ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി ഒരു സന്യാസിയെ തിരഞ്ഞെടുത്തപ്പോൾ ലോകം മുഴുവൻ നെറ്റിച്ചൊളിച്ചു. എവിടെ നിന്നാണ് ഒരു കാവി വസ്ത്രധാരി രാഷ്ട്രീയത്തിലെത്തിയത്? എന്താണ് ഈ മനുഷ്യനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നതിലൂടെ BJP ലക്ഷ്യം വയ്ക്കുന്നത്? അധികാര ഇടനാഴികളുടെ ശീലങ്ങളൊന്നും വഴങ്ങാത്ത ശരീരഭാഷയുമായി നിൽക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? 60 കോടിയിലധികം ജനങ്ങൾ പങ്കെടുത്ത മഹാകുംഭമേള ലോകം മുഴുവൻ ചർച്ചയായപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. യോഗി ആദിത്യനാഥ്. अयोध्या में राम मंदिर का विवाद जब न्यायालय में था तब ये पत्थरबाज कहते थे कि अगर अयोध्या का फैसला हुआ तो खून की नदियां बहेंगी. ഇതിനുത്തരം തിരക്കുമ്പോൾ നാം എത്തുന്നത് സനാതന സംസ്കാരത്തിൻ്റെ വേരുകൾ വെള്ളം കുടിക്കുന്ന തീരങ്ങളിലാണ്. ആദിയോഗിയായ പരമേശ്വരൻ മുതൽ തുടരുന്ന ഒരു മഹാപരമ്പരയിലെ ഇന്നത്തെ കണ്ണിയാണ് യോഗി ആദിത്യനാഥ്. സ്ഥാപിച്ച അന്നു മുതൽ രാഷ്ട്രത്തിനു വേണ്ടി വാളെടുക്കാനും രാഷ്ട്രീയത്തിൽ ഇടപെടാനും യുദ്ധങ്ങൾ നയിക്കാനും വൈദേശിക ആക്രമണത്തെ പ്രതിരോധിക്കുവാനും തൂത്തെറിയുവാനും മുന്നിൽ നിന്നവരാണ് നാഥയോഗികൾ. പരമശിവൻ അഥവാ ആദിയോഗിയിൽ നിന്ന് തുടങ്ങിയ 9 നാഥ ഗുരുക്കന്മാരിലാണ് ഈ ഗുരുപരമ്പര തുടങ്ങുന്നത്. പരമശിവൻ തൻ്റെ പത്നിയായ ചണ്ഡീദേവിക്ക് സമുദ്രമധ്യത്തിൽ വെച്ച് ജ്ഞാനം പകർന്നു നൽകിയപ്പോൾ അവിടെ ഒരു മത്സ്യത്തിൻ്റെ ഗർഭത്തിലിരുന്ന മത്സ്യേന്ദ്രനാഥൻ ആ ജ്ഞാനം ഹൃദിസ്ഥമാക്കി എന്നാണ് പുരാണം. തെക്കൻ ഭാരതത്തിൽ മച്ചമുനി എന്നറിയപ്പെടുന്ന ഈ മത്സ്യേന്ദ്രനാഥനിൽ നിന്ന് ആ മഹാവിദ്യ നാഥ ഗുരുപരമ്പരയിലൂടെ ഇന്നും നിലനിൽക്കുന്നു. മത്സ്യേന്ദ്രനാഥിൻ്റെ മുഖ്യ ശിഷ്യനാണ് ഗോരക്ഷനാഥ് അഥവാ ഗോരഖ്നാഥ്. അഷ്ടാംഗയോഗത്തിൻ്റെ മറുകര കടന്ന അദ്ദേഹം സത്യജ്ഞാനം നേടിയ ഒരു മഹാമുനിയായിരുന്നു. ഗോരഖ്നാഥിലൂടെയാണ് ഹഠയോഗത്തിൻ്റെ ഉത്ഭവം. അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഗോരഖ്നാഥ മഠം സ്ഥാപിച്ചത്. ഗോരഖ്നാഥ മഠത്തിൻ്റെ മഠാധിപതി മഹന്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിൽ മുഴുവനും പരന്നുകിടക്കുന്ന പല നാഥ സമ്പ്രദായ സമൂഹങ്ങളുടെയും അധിപതിയാണ് ഗോരഖ്നാഥ് മഠത്തിലെ മഹന്ത്. ജാതി സമ്പ്രദായത്തെയും ഭേദഭാവങ്ങളെയും നിശിതമായി എതിർത്ത ഗോരഖ്നാഥ് സമ്പ്രദായം ഭാരതത്തിലെമ്പാടും പടർന്നു പന്തലിച്ചു. സന്യാസി ശിഷ്യന്മാരോടൊപ്പം ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ ഒരു വലിയ ശൃംഖലയും നാഥസമ്പ്രദായത്തിലുണ്ട്. പലപ്പോഴും പല മഠങ്ങളുടെയും അധിപതിയായി എത്തുന്നത് ഗൃഹസ്ഥ ശിഷ്യന്മാർ തന്നെയാവും. ധർമ്മച്യുതിയോടോ അധിനിവേശങ്ങളോടോ സന്ധി ചെയ്ത ചരിത്രം നാഥപരമ്പരയ്ക്കില്ല. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു നാഥപരമ്പര. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഈ സന്യാസിമാർ ജാതി വ്യത്യാസങ്ങൾ മറന്ന് സമാജം ഒന്നായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. തെക്കൻ ഭാരതത്തിലെ സിദ്ധ സമ്പ്രദായവുമായി ഈ നാഥ സന്യാസിമാർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. ഇസ്ലാമിക അധിനിവേശ കാലത്ത് അവർ യോദ്ധാക്കളായ സന്യാസിമാരായി രാജ്യമെങ്ങും അഖാഡകൾ സ്ഥാപിച്ചു. ശാരീരിക വ്യായാമങ്ങളിലൂടെയും യുദ്ധതന്ത്രങ്ങളുടെ പരിശീലനത്തിലൂടെയും വൈദേശിക ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ യോദ്ധാക്കളെ പരിശീലിപ്പിച്ചു. കാടുകളിൽ മറഞ്ഞിരുന്ന് ഞൊടിയിടയിൽ ആക്രമണം നടത്തി ശത്രുവിനെ കീഴ്പ്പെടുത്തിയ ശേഷം എവിടേക്കോ മറയുന്ന ഈ സന്യാസി യോദ്ധാക്കളെ ഭയന്നാണ് ഓരോ അധിനിവേശകാരിയും അവരുടെ പടയോട്ടങ്ങൾക്ക് കടിഞ്ഞാണിട്ടത്. ഡൽഹി പിടിച്ചടക്കി അവിടം ആസ്ഥാനമാക്കിയ മുഗളന്മാർക്കെതിരെ ഈ സന്യാസി യോദ്ധാക്കൾ നിരന്തരം യുദ്ധങ്ങൾ നടത്തി. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ശിഷ്യന്മാരെ തങ്ങളുടെ സമ്പ്രദായത്തിലേക്ക് കൂട്ടിച്ചേർത്തു. ശേഷം വന്ന ബ്രിട്ടീഷുകാർ തങ്ങളുടെ സഞ്ചാര സംഘങ്ങളുടെ യാത്രകൾ തടസ്സപ്പെടുത്തിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് യോദ്ധാക്കൾക്ക് അവർ പരിശീലനം നൽകി. ശാസ്ത്രധാരികളും ശസ്ത്രധാരികളുമായി അവർ സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിനായി യുദ്ധഭൂമിയിൽ അടരാടി. ഭയമില്ലായ്മയ്ക്കും പോരാട്ട മികവിനും പേരുകേട്ട ഗൂർഖകളുടെ പേരും ഗോരഖ്നാഥിൽ നിന്നാണ് ഉണ്ടായത്. നേപ്പാളിലെ ഗോർഖ ജില്ലയ്ക്ക് ആ പേരു ലഭിച്ചതും അവിടെ നിന്ന് തന്നെയാണ്. ആധുനിക കാലത്ത് ഹൈന്ദവ ദേശീയതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ശാഖ തുടങ്ങിയത് യോഗി ആദിത്യനാഥിന് 3 തലമുറ മുൻപ് ഗോരഖ്നാഥ് മഠം മഹന്തായിരുന്ന ഗംഭീരനാഥനിൽ നിന്നാണ്. യോഗി ഗംഭീരനാഥൻ കശ്മീർ താഴ്വരയിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഗോരഖ്നാഥ മഠത്തിലെ ബാബ ഗോപാലദാസിൽ നിന്ന് യോഗാഭ്യാസവും ധ്യാനവും പരിശീലിച്ച അദ്ദേഹം വാരാണസിയിൽ ഗംഗാതീരത്തിരുന്ന് ധ്യാനത്തിൽ മുഴുകി.
3 വർഷം പ്രയാഗ്രാജിലെ ഒരു ഗുഹയിൽ തപസ്സു ചെയ്ത ശേഷം അദ്ദേഹം രാജ്യം മുഴുവൻ യാത്ര ചെയ്ത് നാഥ സമ്പ്രദായത്തെ പരിചയപ്പെടുത്തി. കൈലാസം മുതൽ രാമേശ്വരം വരെയും ദ്വാരക മുതൽ ഗംഗാസാഗരം വരെയും കാൽനടയായി യാത്ര ചെയ്ത അദ്ദേഹം ജനങ്ങളിൽ ധർമ്മത്തിൻ്റെ വിത്തുകൾ വിതച്ചു. ഹഠയോഗത്തിൻ്റെ മറുകര കണ്ട സന്യാസിയായിരുന്നു ബാബ ഗംഭീരനാഥ്. യോഗാഭ്യാസത്തിലൂടെ അനേകം സിദ്ധികളും അദ്ദേഹം കരസ്ഥമാക്കി. പക്ഷേ അവയെല്ലാം കുട്ടിക്കളിയായി കണ്ട അദ്ദേഹം ജീവൻ മുക്തനായി സമാജോദ്ധാരണത്തിനായി പ്രവർത്തിച്ചു. യോഗി ഗംഭീരനാഥ് ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മഹന്ത് ദിഗ്വിജയ്നാഥ് രാഷ്ട്രീയ മണ്ഡലത്തിൽ നിഷ്കാമയോഗിയുടെ ധീരതയുമായി രംഗത്തെത്തി. യുവത്വത്തിൻ്റെ തിളക്കത്തിൽ തന്നെ ആ സന്യാസി രാഷ്ട്രീയ രംഗത്തും സ്വാതന്ത്ര്യ സമര രംഗത്തും തൻ്റെ സാന്നിധ്യം അറിയിച്ചു. 1920കളിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും അകമഴിഞ്ഞ സഹായം നൽകിയിരുന്നു. അഹിംസാവാദത്തോട് തെല്ലും യോജിപ്പില്ലായിരുന്ന യോഗി ദിഗ്വിജയ്നാഥ് ആണ് ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്. ഈ സംഭവം അഹിംസയ്ക്ക് എതിരെന്ന് കണ്ട് ഗാന്ധിജി കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ മുഴുവൻ ദശാബ്ദത്തോളം നിർത്തിവെച്ചപ്പോൾ യോഗി ദിഗ്വിജയ്നാഥ് ഹിന്ദു മഹാസഭയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. സാക്ഷാൽ വിനായക ദാമോദര സവർക്കർ എന്ന വീര സാവർക്കറായിരുന്നു അന്ന് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. വിഭജനത്തെപ്പറ്റിയുള്ള ചർച്ചകൾക്കിടയിൽ മാതൃഭൂമിയെ വെട്ടിമുറിക്കുന്നതിൽ നിരാശനായ അദ്ദേഹം ഗാന്ധിജിയുടെ ഈ വിഷയത്തിലുള്ള നിഷ്ക്രിയത്വത്തെയും പാകിസ്ഥാന് അനുകൂലമായ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളെയും നിശിതമായി വിമർശിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഗോവധ നിരോധന പ്രസ്ഥാനങ്ങൾക്കായി രാഷ്ട്രീയ സമരങ്ങൾ നടത്തി. രാമജന്മഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി ആധുനിക ചരിത്രത്തിൽ ആദ്യമായി സന്യാസിമാരെയും ഹിന്ദു നേതാക്കളെയും ഏകോപിപ്പിച്ച് പ്രക്ഷോഭം തുടങ്ങുന്നതിന് പ്രധാന സൂത്രധാരൻ യോഗി ദിഗ്വിജയ്നാഥ് ആയിരുന്നു. ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്ന് യോഗിമാർ പാർലമെന്റിൽ എത്താൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്കാണ്. 1967 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് MP ആയി അദ്ദേഹം ലോക്സഭയിലെത്തി. 1969 യോഗി ദിഗ്വിജയ്നാഥ് സമാധിയായി. യോഗി ദിഗ്വിജയ്നാഥിന് ശേഷം ഗോരഖ്നാഥ മഠത്തിൻ്റെ മഹന്തായി യോഗി അവൈദ്യനാഥ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഗുരുവിൻ്റെ വിയോഗത്തോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂരിൽ നിന്ന് 1970 രണ്ടാമതും ഒരു യോഗി ലോക്സഭയിലെത്തി. പിന്നീട് പലതവണ ഉത്തർപ്രദേശ് നിയമസഭയിലും ലോക്സഭയിലും അംഗമായ അദ്ദേഹം രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ അമരക്കാരനായി ഭാരതമെങ്ങും അറിയപ്പെട്ടു. ശ്രീരാമ ശിലാപൂജയുടെയും ശിലാന്യാസത്തിൻ്റെയും വേളയിൽ ഭാരതമെങ്ങും രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം പ്രചാരണം നടത്തി. മുസ്ലിം സംഘടനകളുമായി സമവായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാനമന്ത്രിമാരായ രാജീവ് ഗാന്ധിയോടും ചന്ദ്രശേഖരനോടും VP സിംഗിനോടും നരസിംഹ റാവുവിനോടും എല്ലാം ബലപ്രയോഗത്തിലൂടെ അല്ലാത്ത ഒരു ഒത്തുതീർപ്പിനായി സംസാരിച്ചു. 1990കളിൽ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു ABVP പ്രവർത്തകനായ യുവാവിനെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. മാതൃഭൂമിക്ക് വേണ്ടി സ്വജീവിതം ത്യാഗം ചെയ്യാൻ തയ്യാറായി എത്തിയ യുവാവ് ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാൾ പ്രദേശത്ത് നിന്ന് വന്നതായിരുന്നു. ഗണിതത്തിൽ ബിരുദാനന്തര ബിരുദത്തിനായി ഋഷികേശിലെത്തിയ അജയ് മോഹൻ സിംഗ് ബിഷ്ട് എന്ന ആ ചെറുപ്പക്കാരൻ്റെ ആധ്യാത്മികതയിലുള്ള അഗാധ ജ്ഞാനതൃഷ്ണയും മുമുക്ഷുത്വവും അദ്ദേഹം ശ്രദ്ധിച്ചു. മഠത്തിലെ അന്തേവാസിയായി കഴിയുകയായിരുന്നു അന്ന് ആ യുവാവ്. ഒരിക്കൽ മകനെ സന്ദർശിക്കാൻ മഠത്തിലെത്തിയ അജയ് മോഹൻ്റെ പിതാവിനെ മഹന്ത് അവൈദ്യനാഥ് വിളിപ്പിച്ചു. നിനക്ക് 4 ആൺമക്കളുണ്ടല്ലോ, ഇവനെ ഞാനെടുക്കട്ടെ? അദ്ദേഹം ചോദിച്ചു. സ്വാമിജി, അവൻ എന്നേ അങ്ങയുടേതായി കഴിഞ്ഞു, ആ പിതാവ് മറുപടി പറഞ്ഞു. 1998 മഹന്ത് യോഗി അവൈദ്യനാഥ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചപ്പോൾ പകരം MP ആയി ലോക്സഭയിലെത്തിയത് പഴയ അജയ് മോഹൻ ബിഷ്ട് ആയിരുന്നില്ല. പൂർവാശ്രമത്തിലെ ജീവിതം സ്വപിണ്ഡം വച്ചുപേക്ഷിച്ച് അജയ് മോഹൻ സിംഗ് ബിഷ്ട് യോഗി ആദിത്യനാഥായി രൂപാന്തരം പ്രാപിച്ചിരുന്നു. പിന്നീടുള്ളത് ചരിത്രമാണ്. തുടർച്ചയായ 5 ലോക്സഭാ വിജയങ്ങൾ. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉജ്ജ്വല വിജയം നേടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. മാഫിയ സംഘങ്ങളെയും ഗുണ്ടകളെയും അമർച്ച ചെയ്തുകൊണ്ടുള്ള ശക്തമായ ഭരണം. തുടർന്ന് 2022 മികച്ച വിജയം ആവർത്തിച്ച് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഗോരഖ്നാഥൻ്റെ അനുഗ്രഹം നേടി ജനതാ ജനാർദ്ദനൻ്റെ ആശീർവാദങ്ങളോടെ വൈഭവപൂർണമായ ഭാവി ഭാരതത്തിനായി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്.